കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മയ്യിൽ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം മയ്യിൽ പെൻഷൻ ഭവനിൽ ചേർന്നു. നമ്മൾ അന്ന് 1992 നമ്മുടെ സംഘടന രൂപീകൃതമായപ്പോൾ കെ ലളിതകുമാരി ടീച്ചർ സ്വാഗതവും CV ഗംഗാധരൻ മാസ്റ്റർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മലയാളികളെ ചിരിപ്പിച്ച സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനും തിരക്കഥയുമായ ഷാജി, സിനിമാ താരം ഷാനവാസ്, ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ നിർണായക സംഭാവനകൾ നൽകിയ PSRO മുൻ ചെയർമാൻ. ഈ സമ്മേളനം നടത്തുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ മെമ്പർമാരിൽ പലർക്കും നമ്മുടെ സംഘടനയുടെ ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ആലപ്പുഴ മേഖലയിൽ പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടന ഉണ്ടായിരുന്നു. വ്യത്യസ്ത രീതിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഴിയാതിരുന്ന സാഹചര്യം വന്നപ്പോഴാണ് 80-90-ലാകുമ്പോഴേക്കും ഈ സംഘടനകൾ ചേർന്ന് ഒരു ഏകീകൃത സ്വഭാവമുള്ള സംഘടന രൂപീകരണം തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനും സമാജം കൂടി 92 മെയ് 12, 13, 14 തീയതികളിൽ തിരുവനന്തപുരത്ത് ചേർന്ന് ഈ സംഘടന രൂപീകരിച്ചത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആലപ്പുഴ മേഖലയിൽ പ്രവർത്തിക്കുന്ന സർവീസ് ഓർഗനൈസേഷൻ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച KSSPU അംഗങ്ങളെ ബ്ലോക്ക് സെക്രട്ടറി C പത്മനാഭൻ അനുമോദിച്ചു. 2023 റിട്ടയർ ചെയ്ത എനിക്ക് എന്റെ ചെറുപ്പം കണ്ടറിഞ്ഞവരാണ് നിങ്ങളെല്ലാവരും. നേരത്തെ പപ്പാട്ട സൂചിപ്പിച്ചവർ ഈ പെൻഷനേഴ്സിന്റെ സംഘടനയിൽ നമുക്ക് വളരെ സജീവമായിട്ട് അതിന്റെ ആദ്യത്തെ ഒരു മീറ്റിംഗിന് വന്നു എനിക്ക് സജീവമായിട്ട് പങ്കെടുക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. അതിന് എന്റെ സർവീസിന് ശേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനാധിക്യങ്ങളെല്ലാം ഒരു പരിധിവരെ തടസ്സമായിട്ട്. എന്നിരുന്നാലും പഠിപ്പിച്ച അധ്യാപകന്മാരുണ്ട്, ഒരുമിച്ച് വർക്ക് ചെയ്തവരുണ്ട്, അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരായി പ്രവർത്തിച്ചവരുണ്ട്. ഇവരൊക്കെ കിട്ടിയ അനുഭവത്തിൽ നിന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നുള്ള ഊർജ്ജം പകർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പൊതുരംഗത്തേക്ക് വന്നിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി അംഗം K ബാലകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് KV യശോദ ടീച്ചർ, ബ്ലോക്ക് കമ്മിറ്റി അംഗം M ജനാർദ്ദൻ മാസ്റ്റർ, CC വിനോദ് കുമാർ, U ലക്ഷ്മണൻ, P സൗമിനി എന്നിവർ സംസാരിച്ചു. അവസാനത്തെ യൂണിറ്റ് സമ്മേളനമാണ് നമ്മുടെ മയിൽ യൂണിറ്റിന്റെ. ഇന്നോടുകൂടി നമ്മുടെ ഈ കഴിഞ്ഞ 1/7/24 ജൂലൈ 1 തൊട്ട് നമുക്ക് പ്രാബല്യത്തിൽ ലീവായി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഒരു കമ്മീഷനെയോ മറ്റു ഒന്നും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്ക് അറിയില്ല. ഇത് ക്ഷാമാശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകളുടെ ക്ഷാമാശ്വാസം അതിന് വേണമെന്ന് പറയുന്നത് നമ്മുടെ മയ്യിൽ യൂണിറ്റ് എല്ലാത്തിലും ഇപ്പോൾ ലേശം അവസാനത്തേക്കാണ്. ഈ കുടുംബ സംഗമം നടത്തിയപ്പോൾ അവസാനമാണ്, പിന്നെ വാർഷിക സമ്മേളനം ഇപ്പോൾ അവസാനമാണ്. അപ്പൊ അടുത്ത പ്രാവശ്യം അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് വരുന്ന സെക്രട്ടറിയോടാണ് ഇപ്പോഴേ ഞാൻ പറയുന്നത്. പുറത്തുള്ളവരൊക്കെ പറയുമ്പോൾ നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് പറയുന്ന അതേ സമയം തന്നെ പണ്ടത്തതിൽ നിന്നും ഒരുപാട് മെച്ചപ്പെട്ട പൈസ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിലൊരു ചെറിയ തുക സാന്ത്വന സമിതിക്ക് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. സാമൂഹ്യ പ്രതിബദ്ധതയിലുള്ള സംഘടനയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അനുഭവം നൽകി അവരെ ആശംസിക്കുകയാണ്. അവർക്ക് നല്ല നിലപാടുകളായി പ്രവർത്തിച്ച് ഈ നാടിന്റെ ഈ പഞ്ചായത്തിന്റെ പണികളായി തീരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 1992 മെയ് മാസം യൂണിറ്റ് സെക്രട്ടറി MP പ്രകാശ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും, ട്രഷറർ PK രമണി ടീച്ചർ വരവ് ചെലവ് കണക്കും, സാന്ത്വനവേദി കൺവീനർ T രാഘവൻ സാന്ത്വനവേദി കണക്കും അവതരിപ്പിച്ചു. സംഘടന സജീവമായി ഇടപെടൽ നടത്തിയതും ദുരന്തബാധിതരെ സഹായിക്കാൻ അകമഴിഞ്ഞ് സംഭാവന നൽകിയതും നമുക്ക് മറക്കാൻ കഴിയില്ല. ജില്ലാ സമ്മേളനം നടത്തുന്ന ബ്ലോക്കിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. മയിൽ വെച്ച് നടന്ന 33ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി മയിൽ ബ്ലോക്കിൽ ചൂലിയാട് ശ്രീ ഉമേഷിന് വീട് നിർമ്മിച്ചു കൊടുത്തതും സംഘടനയുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണ് വെളിവാക്കുന്നത്. പ്രവർത്തനത്തിന് തീരെ കൊടുത്തത് 3300.
ആകെ വരവ് 4,44,319. ആകെ ചെലവ് 4,41,850. ബാലൻസ് ഉള്ളത് 2,469. നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ സ്വാതന്ത്ര്യ സമിതിയുടെ പ്രവർത്തനം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മളെ യൂണിറ്റിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന് സഹകരിച്ച മുഴുവൻ കമ്മിറ്റി മെമ്പർമാരെയും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി വരും കമ്മിറ്റിക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലേ നമ്മുടെ ഈ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു പ്രവർത്തനം കൊണ്ട് നമുക്ക് അർത്ഥവത്താവുകയുള്ളൂ. അതിന് മുഴുവൻ കമ്മിറ്റി മെമ്പർമാരുടെയും സഹകരണം ആവശ്യമാണ്. ഒരേ പൈസ നമ്മൾ കൊടുക്കുക. അപ്പൊ അവർക്ക് കൊടുക്കുന്ന കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് കൊടുക്കുന്ന ചെറിയ ആനുകൂല്യമാണ്. അത് പേരിലേക്ക് വരുത്തണം. കാരണം നമുക്ക് രക്ഷിതാക്കളും മക്കളുടെ കുട്ടികളുണ്ട്. ചർച്ചയിൽ അബ്ദുൾ മജീദ്, വി പ്രേമരാജൻ മാസ്റ്റർ, കെ മോഹനൻ, കെ വി ഗീത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. അത് സമയത്തിന് തന്നെ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ നമ്മുടെ സംഘടന വേണ്ടത്ര മുന്നോട്ട് പോയോ എന്നുള്ളത് ഒരു സംശയമായിട്ട് കാണും. പെൻഷൻ പരിഷ്കരണ നടപടി നമ്മളെ സംബന്ധിച്ചിടത്തോളം പെൻഷൻ പരിഷ്കരണ നടപടിയാണ്. അതിന്റെ കാര്യത്തിലും നമ്മുടെ സംഘടന വേണ്ടത്ര രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തില് സംശയമുണ്ട്. ഏതായാലും മാധ്യമങ്ങളിൽ അതിന്റെ കാര്യങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇടയ്ക്ക് ചില യോഗങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ ആവശ്യമായ സമയത്ത് വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ കുറച്ചുകൂടി സാവകാശം വേണമെന്നാണ് പറയുന്നത്. കുറച്ചുകൂടി അതിനു ശേഷം പറയാം. സാർ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ കലാകാരന്മാരായിട്ടുള്ളവരുടെ സൃഷ്ടികള് നമ്മൾ നാരായണനല്ല ഒരുപാട് കവിതകളൊക്കെ എഴുതുന്ന ആളാണ്. 30 വന്നപ്പോഴാണ് നീട്ടി ഒരു മാസത്തേക്ക് നീട്ടി കൊടുത്ത് വേറെ ഉത്തരവ് വന്നു. പക്ഷേ നമ്മുടെ ഈ സമയത്തൊക്കെ മെഡിസപ്പിന്റെ അപാകതകളെ ചൂണ്ടിക്കാണിച്ചിട്ട് പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ട് സർക്കാരിലേക്ക് ഭരണാധികാരി കെ പി വിജയൻ നമ്പ്യാരുടെ അധ്യക്ഷതയിൽ പുതിയ വർഷത്തെ ഭാരവാഹികളായി കെ നാരായണൻ മാസ്റ്റർ പ്രസിഡന്റ്, സി വി ഗംഗാധരൻ മാസ്റ്റർ, പി വി പത്മിനി, പി പി കൃഷ്ണൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, എം പി പ്രകാശ് കുമാർ സെക്രട്ടറി, കെ കെ ലളിതകുമാരി ടീച്ചർ, ഒ എം മധുസൂദൻ മാസ്റ്റർ, കെ സി പത്മനാഭൻ മാസ്റ്റർ എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, കെ വിജയൻ മാസ്റ്റർ ട്രഷററായും തെരഞ്ഞെടുത്തു. കേരളത്തിൽ നടന്നു വരുന്ന 5 വർഷത്തിലുള്ള ശമ്പള പരിഷ്കരണ, പെൻഷൻ പരിഷ്കരണ കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണത്തിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക. ക്ഷാമബത്ത ഗഡുക്കളുടെ 2019 ജൂലൈ മുതൽ 21 വരെയുള്ള കാലത്തെ 4 തവണകളായി അനുവദിച്ച ഉത്തരവായതിന് 2 തവണ അടിയന്തരമായി കുടിശ്ശിക കൂടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചക്കച്ചുഴാവറുത്തുപ്പേരിയാക്കിയ IAS IPS കാരനും തിന്നാം, IFS കാരനും VIP കാരനും ചക്കയുപ്പേരിയധിഷ്ഠമാണത്രേ. ഇല്ലാ കുബേര കുചേല വ്യത്യാസം, ഇല്ലാ പണ്ഡിത പാമരാഭേദം, എല്ലാവർക്കും ഒരേ രുചി നൽകും. സി വി ഭാസ്കരൻ, ഒ എം മധുസൂദൻ മാസ്റ്റർ എന്നിവർ കവിത അവതരിപ്പിച്ചു. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദന പങ്കുവയ്ക്കുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ട് നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. വേർപിരിയുവാൻ മാത്രം ഒന്നിച്ചുകൂടി നാം വേദനകൾ പങ്കുവെക്കുന്നു. കരളിലെഴുമീണങ്ങൾ ചുണ്ട് നുണയുന്നു, കവിതയുടെ ലഹരി നുകരുന്നു. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മുടെ യൂണിറ്റ് പി വി പത്മിനി നന്ദി പറഞ്ഞു. ഭക്ഷണത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ അതിനായിട്ട് ഒരു പ്രയാസം നേരിടുന്ന പലപ്പോഴായി നമ്മുടെ എല്ലാ ഭക്ഷണ സൗകര്യങ്ങളും ഇത്രയും സൗകര്യം നമുക്ക് ഏർപ്പെട്ട വലിയ വിഷമമാണ്. ഏതായാലും മാഷയ്ക്ക് സംഘടനയുടെ പേരിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. രജിസ്ട്രേഷനിൽ ഇരുന്ന തങ്കമണി ടീച്ചർ,
തങ്കമണി പത്മ ടീച്ചർ, പ്രേമമണി ടീച്ചർ, പ്രത്യേകം നല്ലത്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും